ഹലോ, എന്തൊക്കെ എല്ലാവരും വർത്താനം? നല്ല മഴയാണല്ലേ എല്ലായിടത്തും. അപ്പോൾ അത് അവിടെയും മഴയൊക്കെ തന്നെയാണ്. മഴ പെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അടുപ്പത്ത് ഇതാ ഓട്ടടയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് രാവിലെ. കുട്ടികൾക്കിന്ന് വെള്ളിയാഴ്ച ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുപ്പത്ത് ഉണ്ടാക്കാമെന്ന് വെച്ചു. കാരണം മദ്രസ ഉള്ള ദിവസം എന്ത് ചെയ്താൽ അടുപ്പത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇവിടുന്ന് അങ്ങോട്ടും ഉള്ളിലും പുറത്തുമൊക്കെ ആയിട്ട് പണി ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ പുറത്ത് നിന്ന് പറ്റൂല ഉണ്ടാക്കാൻ. അപ്പോൾ മദ്രസ ഇല്ലാത്ത ദിവസമാണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഇങ്ങനെ നിന്നിട്ട് ഉണ്ടാക്കാം. അല്ലെങ്കിൽ അവരെ പറഞ്ഞയക്കലും ഡ്രസ്സ് എടുത്തു കൊടുക്കലും മാറ്റിക്കലും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അതൊന്നും നടക്കില്ല കേട്ടോ. അപ്പം ഞാൻ വെള്ളിയാഴ്ച അങ്ങനെ ഇതേപോലെ സ്കൂളും മദ്രസൊക്കെ ഇല്ലാത്ത ദിവസങ്ങളിലാണ് രാവിലെ തന്നെ അടുപ്പത്തേക്ക് വരൽ കേട്ടോ. അങ്ങനെ കടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് തന്നെ ചോറാണ് അടുപ്പത്ത് വെക്കാറ്. കാരണം നമുക്ക് 8:30 ആകുമ്പോഴത്തേനും ചോറ് അജുവിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആയി കിട്ടണം. അപ്പോൾ പിന്നെ ഫസ്റ്റ് തന്നെ അടുപ്പിലെ വെണ്ണൂറൊക്കെ മാറ്റിയിട്ട് കുറച്ച് കരിയൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കും കേട്ടോ. എന്നിട്ട് വേഗം അടുപ്പത്ത് ചോറിനുള്ള വെള്ളം വെക്കും. അല്ലാന്നുണ്ടെങ്കിൽ ചോറുണ്ടെന്നുണ്ടെങ്കിൽ വേഗം അവർക്ക് കുളിക്കാനുള്ള വെള്ളമാണ് ഇട്ട് വെക്കുക വെള്ളിയാഴ്ചകളിൽ കേട്ടോ. അല്ലെങ്കിൽ രാവിലെ അവർക്ക് മദ്രസ പോണതിന് മുമ്പ് കുളിക്കാൻ നമ്മൾ കെറ്റിലാണ് വെള്ളം വെക്കാറ്. പുറത്തിറങ്ങാറില്ല കേട്ടോ. ഇവിടെ ആനയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇരുട്ടത്ത് നമുക്ക് എന്താ പറയുക രാത്രി ആയാലും പുറത്തിറങ്ങാൻ പറ്റില്ല. രാവിലെ നേരം വെളുക്കുന്നതിന് മുമ്പ് പുറത്തിറങ്ങാൻ പറ്റില്ല എന്നല്ല, നമുക്ക് പേടിയാണ് കേട്ടോ. അപ്പോൾ എവിടെ ഉള്ളതൊന്നും നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കടിയും കറിയൊക്കെ ഉണ്ടാക്കുക കേട്ടോ. പിന്നെ എന്തായാലും നമുക്ക് അടുപ്പത്ത് പിന്നെ ഉണ്ടാക്കാൻ അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ഗ്യാസിൽ കടിയൊക്കെ ആക്കിയിട്ടുണ്ടാവും കേട്ടോ. ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിലും കടിയും കറിയൊക്കെ നമ്മൾ ഗ്യാസിൽ തന്നെ ഉണ്ടാക്കും. കാരണം സമയം ഉണ്ടാവില്ലല്ലോ. 9:30 ആകുമ്പോഴത്തേനും നമുക്ക് ഉണ്ടാക്കി കുട്ടികളെ മറ്റവരെയും സ്കൂളിൽ പറഞ്ഞേക്കണം. അജുവിനും 9 മണിക്ക് ബസ് വരും കേട്ടോ. അവനെ സ്കൂൾ ബസ് കയറ്റി വിടും. പിന്നെ മറ്റവർ സ്കൂളിലേക്കൊന്ന് ആക്കി കൊടുക്കും കേട്ടോ. അവർക്കൊരു ഷോർട്ട് വഴിക്ക് പോവുകയാണ് ചെയ്യുക. അവർ ജീപ്പുണ്ട് കേട്ടോ സ്കൂളിലേക്ക്. സ്കൂൾ ജീപ്പുണ്ട്. അപ്പോൾ അതിൽ കാത്ത് നിൽക്കാനായിട്ട് കുറേ ടൈം ആവും. അപ്പം ഞാൻ പറയുന്ന നമുക്കതിൽ ഷോർട്ടുണ്ട്. അപ്പോൾ അതിൽ പോകാമെന്ന് പറഞ്ഞിട്ട് അതിൽ പറഞ്ഞേക്കലാണ് കേട്ടോ. കൊണ്ടുപോയി ആക്കി കൊടുക്കും. പിന്നെ നമുക്കൊരു പൂച്ച ഇവിടെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞില്ലേ, പ്രസവിക്കാനായപ്പോൾ വന്നതാണ് കേട്ടത്. എവിടെയുള്ളതാണ്. അപ്പോൾ അത് പ്രസവിച്ചിട്ടുണ്ട്. 3 കുട്ടികളാണ് കേട്ടോ. അപ്പോൾ ഒരു കണ്ണ് തുറന്നിട്ടൊന്നുമില്ല. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ കോഴിക്കൂടിൻ്റെ ഉള്ളിൽ എന്താ പറയുക അങ്ങനെ തുണികളൊക്കെ വെച്ച് സേഫാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലാണ് കേട്ടോ ആൾ പ്രസവിച്ചിരുന്നത്. പിന്നെ അവിടുന്ന് ആൾ പിന്നെ കുട്ടികളൊക്കെ അങ്ങനെ എടുത്തിട്ട് വന്നതാ ഇതേപോലെ ഇവിടെ കൊടുന്ന് കടന്നു കേട്ടോ. അപ്പോൾ പിന്നെ അവിടെ ഇതേപോലെ തുണികളൊക്കെ സ്വെറ്ററൊക്കെ മുറിച്ച് പുതപ്പൊക്കെ മുറിച്ച് അവിടെ നല്ല ചൂടിൽ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നല്ല ഉഷാറിൽ കിടക്കുന്നുണ്ട് കേട്ടോ തള്ളയും മക്കളും കൂടെ. പിന്നെ ഞാനിതാ നമുക്ക് മുട്ടക്കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അജുവിന് കൊടുത്തേക്കാനും ചോറിലേക്കും മുട്ടക്കറി ആക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ചധികം തന്നെ മുട്ടയും കറിയും അധികം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ചോറുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ നല്ല എന്താ പറയുക തിളപ്പിച്ച് ഇഡ്ഡലി ചെമ്പിൽ ഇതേപോലെ ആവി കയറ്റിയെടുക്കുകയാണ് കേട്ടോ ചെയ്യാറ്. നന്നായിട്ടൊന്ന് ആവി കയറ്റിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മുടെ കറിയും മുട്ടയും ഒക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അജുവിന് മാത്രം കൊണ്ടുപോയാൽ മതി. മറ്റവർക്ക് സ്കൂളിൽ നിന്ന് അവർക്ക് പിന്നെ ചോറും അതേമാതിരി എന്താ പറയുക രാവിലെ ഉള്ള ടിഫിനും കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഇപ്പം നമ്മൾ കറി കടിയിലേക്കും എടുക്കും. പിന്നെ ഇപ്പോൾ അവന് കൊടുത്തേക്കാനും എടുക്കുന്നുണ്ട്. മുട്ട കൂട്ടിയിട്ട് അവന് കൊടുത്തേക്കും കേട്ടോ. മറ്റവർക്ക് പിന്നെ സ്കൂളിൽ നിന്ന് മുട്ട കിട്ടും, പുഴുങ്ങിയ മുട്ട കിട്ടും. പിന്നെ രാവിലെ കടി ഇഡ്ഡലിയോ ഉപ്പുമാവ് കേസരി പിന്നെന്താ പൊങ്കൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോ സംഭവങ്ങളൊക്കെ കിട്ടാറുണ്ട് എന്ന് പറയലുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെയാണ്.